ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന ഉള്ള ചീരയാണ്. നല്ല സൂപ്പറാണ്, ഭയങ്കര ഗുണമുള്ള ഒരു ചീരയാണ് അത്. ഇപ്പം അതിൻ്റെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചേനയുടെ ഇല എടുത്തിട്ടുണ്ട്, ചേമ്പിൻ്റെയും ഇല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുക. പരിപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, ഇല്ല കനം കുറഞ്ഞ സൈസിലെ പരിപ്പ്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സവാളയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു, ഒരു 4-5 പച്ചമുളക്, എരിക്ക് ആവശ്യമുള്ള പച്ചമുളക്. ഞാൻ വറ്റൽമുളക് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പും ഒഴിച്ച് വെള്ളവും ഒഴിച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടുപ്പേ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇത് അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 4-5 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളി ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കുഞ്ഞുള്ളിയും ചേർത്ത് നമ്മൾ ഒരു സ്പൂണ് ജീരകവും ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി ഒന്ന് നല്ലോണം ഒന്ന് അരച്ചു. നമ്മൾ അവിയലിനെക്കാട്ടി ഇച്ചിരിയും കൂടെ ഒന്ന് അരയണം. അരച്ചു കൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച ചീരയും ചേമ്പിൻ്റെ ഇലയും നമ്മളെ ചേനയുടെ ഇലയും അതിൻ്റെ തണ്ടും എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഈ പരിപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ലോണം ഇത് പരിപ്പുമായിട്ട് നല്ലോണം യോജിക്കണം. നല്ലോണം വെന്ത് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് റെഡിയാക്കി കൊണ്ടുവച്ച് അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വലുതായിട്ട് തിളക്കിയൊന്നും വേണ്ട, ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നല്ലോണം ചൂടായാൽ മാത്രം മതി. ഇപ്പോഴേ നല്ല സൂപ്പർ മണവും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കണം. കടുക് താളിച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് താളിച്ചൊഴിച്ച് അത് ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അടപ്പ് തുറന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറക്കാം. ഇത് നമ്മൾ കടുക് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ അടപ്പ് തുറന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ സൂപ്പർ ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഒരു പരിപ്പ് കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ഒന്ന് പറയുക. ആരും ഒരു കമൻറ്റും ഒന്നും ഇടുന്നില്ല. അപ്പോൾ എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.